Hello everyone, welcome to Careless Education. It's me Hatim Shahal, your English teacher. മക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. എന്നാൽ ചില ആളുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇപ്പോഴും നമുക്ക് ഉള്ളിൽ ഇങ്ങനെ ഒരു സന്തോഷം ഉണ്ടായിരിക്കും. അവരൊരിക്കൽ കൂടെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ, അവരോട് ഒരിക്കൽ കൂടെ സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് വെറുതെ നമ്മളിങ്ങനെ ആലോചിക്കും. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മളെ ജഡ്ജ്മെന്റിൽ അല്ലാണ്ട് അവർ കേട്ടിരുന്നതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സിനെ, നമ്മുടെ ഇമോഷൻസിനെ അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ടായിരിക്കും. അതിനനുസരിച്ച് നമ്മളോട് സംസാരിച്ചതുകൊണ്ടായിരിക്കും. സോ ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ലോകത്ത് ഉണ്ടാവേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു സ്റ്റോറിയാണ് സുധാമൂർത്തിയുടെ ഹൊറഗലു എന്ന് പറയുന്നത്. സോ ഇത് ശരിക്കും സുധാമൂർത്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടുണ്ട് എഴുതിയിട്ടുള്ള ഒരു സ്റ്റോറി ആയതുകൊണ്ടാണ് ഇതിനെ ഒരു അനക്ഡോട്ട് ആണ് എന്ന് പറയുന്നത്. സോ അനക്ഡോട്ട് എന്ന് പറഞ്ഞാൽ റിയൽ ലൈഫ് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ട് എഴുതുന്ന സ്റ്റോറീസിനെയാണ് നമ്മൾ അനക്ഡോട്ട് എന്ന് പറയുന്നത്. ശരിക്കും ലിറ്ററലി വേർഡ് ബൈ വേർഡ് മീനിങ് നോക്കുകയാണെങ്കിൽ ഹൊറഗലു എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് എ സ്റ്റോൺ ദാറ്റ് ക്യാൻ ബെയർ വെയിറ്റ്. ഭാരങ്ങളൊക്കെ ബെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റോൺ ബെഞ്ചിനെയാണ് ശരിക്കും നമ്മൾ ഹൊറഗലു എന്ന് പറയുന്നത്. സോ ഇതൊരു ലാർജ് ഫ്ലാറ്റ് സ്റ്റോൺ പ്ലേസ്ഡ് ഹൊറിസോണ്ടലി ഓവർ 2 വെർട്ടിക്കൽ സ്റ്റോൺസ് എന്നാണ് പറയുന്നത്. സോ യു ക്യാൻ സീ ഇറ്റ് ഈസ് ഇൻ ദ പിക്ചർ. ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും 2 വെർട്ടിക്കൽ ആയിട്ടുള്ള 2 സ്റ്റോണ്, അതിന് മേലെ ഒരു ലോങ് ആയിട്ടുള്ള ഒരു ഹൊറിസോണ്ടൽ ആയിട്ട് വെച്ചിട്ടുള്ള ഒരു സ്റ്റോൺ നമുക്ക് കാണാൻ പറ്റും. സോ ഇതാണ് ശരിക്കും ഒരു ഹൊറഗലു എന്ന് പറയുന്നത്. അഥവാ നമ്മുടെ നാട്ടിലൊക്കെ ഇതിനെ ചുമടുതാങ്ങി എന്ന് പറയും. ദൂരദേശങ്ങളിൽ നിന്ന് യാത്രയൊക്കെ ചെയ്തു വരുന്ന ആളുകൾ തലയിലുള്ള വലിയ ഭാരം അവർ ജസ്റ്റ് കുറച്ചു നേരം അതിന് മേലെ ഇങ്ങനെ ഇറക്കി വെക്കും. എന്നിട്ട് ദേ ക്യാൻ ജസ്റ്റ് ടേക്ക് റെസ്റ്റ് സംടൈം. അവർക്ക് അവിടെ കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ പറ്റും. എന്നിട്ട് അവർ റെസ്റ്റ് എടുക്കുന്നത് എന്തിനാ? ഒന്ന് റിഫ്രഷ് ആവാനും അവരുടെ സ്ട്രെങ്ത്തിനെ റീഗെയിൻ ചെയ്യാനും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദേ ജസ്റ്റ് കണ്ടിന്യൂ ദർ ജേർണി. അവരുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുമെന്നാണ് പറയുന്നത്. സോ ട്രാവലേഴ്സ് ക്യാരിങ് ഹെവി ലോഡ്സ് ക്യാൻ സിറ്റ് ഓൺ ഇറ്റ് ആൻഡ് ടേക്ക് റെസ്റ്റ്. അവിടെ ഇരിക്കാനും റെസ്റ്റ് എടുക്കാനും പറ്റും. ദേ ക്യാൻ ആൾസോ ചാറ്റ് വിത്ത് ഫെല്ലോ ട്രാവലേഴ്സ്. കൂടെയുള്ള ട്രാവലേഴ്സുമായിട്ട് അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദേ ക്യാൻ സ്പീക്ക് ഈച്ച് അതർ. അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റും. ആൻഡ് എക്സ്ചേഞ്ച് ന്യൂസ് അബൌട്ട് ദ റോഡ്. എന്നിട്ട് പോകുന്ന വഴികളെ കുറിച്ചിട്ടുള്ള അവരുടെ വാർത്തകളെ, ആ കാര്യങ്ങൾ അവരുടെ വെച്ചിട്ട് അവർ കൈമാറും. സോ ഈ ഹൊറഗലു എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറിയുടെ സമ്മറിയിലേക്ക് വരുന്ന സമയത്ത് ദ സ്റ്റോറി എക്സ്പ്ലെയിൻസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹൊറഗലു ഇൻ ഹ്യൂമൻ ലൈഫ്. നമ്മുടെ റിയൽ ലൈഫിൽ നമുക്കൊരു ഹൊറഗലു വേണം എന്നാണ് പറയുന്നത്. നമ്മൾ ശരിക്കും ഈ ഡെലുലു എന്നൊക്കെ പറയുന്ന കുട്ടി നമ്മുടെ ജീവിതത്തിലും നമുക്ക് ശരിക്കും നമ്മുടെ ഭാരങ്ങളൊക്കെ ഇറക്കി വെക്കാൻ, ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്, നമ്മുടെ സ്ട്രെങ്ത്തിനെ റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കും ഒരു ഹൊറഗലു വേണം എന്നാണ് പറയുന്നത്. ജസ്റ്റ് ആസ് എ ഫിസിക്കൽ ഹൊറഗലു ഹെൽപ്സ് ട്രാവലേഴ്സ് പുട്ട് ഡൗൺ ദെയർ ബേർഡൻ ആൻഡ് റെസ്റ്റ്. ഒരു ഫിസിക്കൽ ആയിട്ടുള്ള നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഇതുപോലെയുള്ള ഹൊറഗലു എന്ത് ചെയ്യും? ട്രാവലേഴ്സിന് അവരുടെ ലോങ് ജേണിയിൽ അവരുടെ ബേർഡനും കാര്യങ്ങളൊക്കെ വെക്കാനും, ആ ബേർഡനൊക്കെ അവിടെ വെച്ചിട്ട് ഒന്ന് റിഫ്രഷ് ആവാനും അവരുടെ സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യാനും വീണ്ടെടുക്കാനും പറ്റും. എന്നതുപോലെ പീപ്പിൾ ആൾസോ നീഡ് ഇമോഷണൽ സപ്പോർട്ട് ഇൻ ദെയർ ലൈഫ്സ്. ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ഇമോഷണൽ സപ്പോർട്ട് വേണം എന്നാണ് പറയുന്നത്. സോ എ ഹൊറഗലു ഹെൽപ്സ് ട്രാവലേഴ്സ്. ഒരു ഹൊറഗലു ട്രാവലേഴ്സിനെ ഹെൽപ്പ് ചെയ്യും. റിഫ്രഷ് ദെയർ മൈൻഡ്സ്. അവരുടെ മൈൻഡ് റിഫ്രഷ് ചെയ്യാൻ. ആൻഡ് റീഗെയിൻ ദെയർ സ്ട്രെങ്ത്. അവരുടെ ശക്തിയെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട്. ആഫ്റ്റർ റെസ്റ്റിംഗ്. സോ ഒരാൾ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ദേ ക്യാൻ കണ്ടിന്യൂ ദെയർ ജേർണി വിത്ത് റിന്യൂഡ് സ്ട്രെങ്ത്. അവർക്ക് റിന്യൂ ചെയ്തിട്ടുള്ള പുതുക്കിയ ഒരു ശക്തിയോടുകൂടെ അവർക്ക് ആ യാത്ര തുടരാൻ പറ്റും എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ എന്തായി പോകും? ദേ എക്സോസ്റ്റഡ്. അവർ എക്സോസ്റ്റഡ് ആയി പോകും. സോ ഇതൊരു ഫിസിക്കൽ ഹൊറഗലുവിന്റെ പ്രത്യേകത. ഇതേപോലെ നമ്മളെ കേൾക്കുന്ന, നമ്മളെ ജഡ്ജ്മെന്റൽ അല്ലാണ്ട് നമ്മളോട് സംസാരിക്കാൻ പറ്റുന്ന, ലിസൺ ചെയ്യുന്ന ഒരാൾ വേണം എന്നുള്ളതാണ് ഇവിടെ സുധാമൂർത്തി എംഫസൈസ് ചെയ്യുന്നത്. സോ ദ നറേറ്റർ പ്രസൻസ് 2 ഹ്യൂമൻ ഹൊറഗലൂസ്. ഇവിടെ 2 ഹ്യൂമൻ ഹൊറഗലൂസിനെ കുറിച്ചിട്ട് സുധാമൂർത്തി ഈ ഒരു സ്റ്റോറിയിലൂടെ പറയുന്നുണ്ട്. ഹെർ ഗ്രാൻഡ് ഫാദർ ആൻഡ് രത്ന. അതിലൊരു ക്യാരക്ടറാണ് ആളുടെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത്, മറ്റൊന്നാണ് രത്ന എന്ന് പറയുന്നത്. സോ ഈ ചാപ്റ്ററിന് ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുമ്പോൾ ഗ്രാൻഡ് ഫാദറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഗ്രാൻഡ് ഫാദർ വാസ് എ റിട്ടയേർഡ് സ്കൂൾ ടീച്ചർ. ഒരു റിട്ടയേർഡ് സ്കൂൾ ടീച്ചർ ആയിരുന്നു ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത്. ഹി യൂസ്ഡ് ടു സിറ്റ് അണ്ടർ എ ബനിയൻ ട്രീ ആൻഡ് ലിസൺ ടു ദ worries of travelers and villages. ആളെന്ത് ചെയ്യും? ഒരു ബനിയൻ ട്രീയുടെ, ഒരു ആൽമരത്തിന്റെ ചവിട്ടിൽ ഇങ്ങനെ ആളിരിക്കും. എന്നിട്ട് അവിടെ വരുന്ന ആളുകളുടെ വെറീസ്, അവരുടെ വിഷമങ്ങളൊക്കെ വെറുതെ സിംപ്ലി ആളിതിങ്ങനെ ജസ്റ്റ് കേട്ടോണ്ടിരിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. പീപ്പിൾ ഷെയർഡ് ദെയർ ഡെയിലി പ്രോബ്ലംസ് ആൻഡ് ഡിഫിക്കൽട്ടീസ് വിത്ത് ഹിം. സോ തന്റെ ഗ്രാൻഡ് ഫാദറിന്റെ അടുത്ത് വന്നിട്ട് ആളുകൾ എന്ത് ചെയ്യും? വില്ലേജേഴ്സ് ആയിട്ടുള്ള ആളുകൾ അവരുടെ ഡെയിലി പ്രോബ്ലംസ്, അവരുടെ വെറീസ് ഒക്കെ ഇങ്ങനെ ആളോട് ഇങ്ങനെ പറയാൻ തുടങ്ങി. ഹി പേഷ്യന്റ്ലി ലിസൺ ടു ദെയർ കൺസേൺസ്. ഈ ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്യും? വളരെ പേഷ്യന്റ് ആയിട്ട്, വളരെ ക്ഷമാപൂർവ്വം ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും എന്നാണ് പറയുന്നത്. ഹിസ് പ്രസൻസ് ആൻഡ് കോൺവെർസേഷൻ ഹെൽപ്ഡ് ദം
ഫീൽ റിഫ്രഷ്ഡ് ആൻഡ് റിലാക്സ്ഡ്. സോ ഇദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇദ്ദേഹം വലിയ വലിയ സൊല്യൂഷൻസ് ഒന്നും ഇവർക്ക് കൊടുക്കുന്നില്ല. പക്ഷെ ആളുകൾ പറയുമ്പോൾ ജഡ്ജ്മെന്റിൽ അല്ലാണ്ട് ഒരു കേട്ടിങ്ങനെ ഇരിക്കും. ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിയുന്നതോടുകൂടി ആളുകൾക്ക് ഒരു റിലീവിങ് ഇങ്ങനെ തോന്നും, അവരുടെ പെയിൻ ഒക്കെ ഇങ്ങനെ പോയതുപോലെ ഇങ്ങനെ തോന്നും. സോ സെയിം ലൈക്ക് ഗ്രാൻഡ് ഫാദറുമായിട്ടുള്ള ഈ ഒരു കോൺവെർസേഷന് അവരെ റിഫ്രഷ് ആക്കും, അതേപോലെ തന്നെ റിലാക്സ് ആക്കും എന്നാണ് പറയുന്നത്. ഇൻ ദിസ് വേ, ഇതേപോലെ ഗ്രാൻഡ് ഫാദർ ബിക്കം ആൻ ഇമോഷണൽ ഹൊറഗലോ ഫോർ ദ പീപ്പിൾ അറൗണ്ട് ഹിം. തന്റെ ചുറ്റുമുള്ള മനുഷ്യരുടെ, ഒരുപാട് ആളുകളുടെ ഒരു ഹ്യൂമൻ ഹൊറഗലോ ആയിട്ട് ഗ്രാൻഡ് ഫാദർ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് സുധാമൂർത്തി പറയുന്ന ഒരു എക്സാമ്പിൾ. ദെൻ രണ്ടാമത്തെ ഒരു ഹ്യൂമൻ ഹൊറഗലോ എന്ന് പറയുന്നത് രത്ന എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. രത്ന ആരാണ്? രത്ന വാസ് എ കൊളീഗ് ഓഫ് സുധാമൂർത്തി. സുധാമൂർത്തിയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു കൊളീഗ് ആയിരുന്നു രത്ന എന്ന് പറയുന്നത്. ഷി വാസ് എ സീനിയർ ക്ലർക്ക് ഇൻ ദ ഓഫീസ്. ഓഫീസിലെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ക്ലർക്കാണ് ഈ രത്ന എന്ന് പറയുന്നത്. ഷി വാസ് ചീർഫുൾ ആൻഡ് അപ്രോച്ചബിൾ. ആളുകൾക്കൊക്കെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന വളരെ ചീർഫുൾ ആയിട്ടുള്ള ഒരാളായിരുന്നു ഈ രത്ന എന്ന് പറയുന്നത്. ഡ്യൂറിങ് ലഞ്ച് ബ്രേക്സ്, അങ്ങനെ ഓഫീസിലെ ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് her colleagues would share their personal and professional problems with her. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഒരു ജോലി സ്ഥലത്ത് ജോലി ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊക്കെ സ്റ്റുഡൻസ് ആയിരിക്കുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ ക്ലാസ് റൂമിലേക്ക് ഇരിക്കുന്ന സമയത്ത് ഒരു ടീച്ചറുടെ ക്ലാസ് കഴിഞ്ഞാൽ മേ ബി നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ അപ്പുറത്തുള്ള ഒരാളോട് പറയാനുണ്ടായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ വന്നിട്ട് നമുക്ക് നമ്മളെ പാരൻസിനോട് പറയാനുണ്ടായിരിക്കും. സോ ഇതേപോലെ ഈ രത്ന എന്ന് പറയുന്ന ആള് വർക്ക് ചെയ്യുന്ന ഓഫീസിലെ കൊളീഗ്സിനൊക്കെ അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു രത്ന എന്ന് പറയുന്നത്. അപ്പോൾ ആളുകളൊക്കെ ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് വന്നിട്ട് അവരുടെ വെറീസ്, അവരുടെ കുറേ പ്രശ്നങ്ങളൊക്കെ ആളോട് വന്നിട്ട് ഇങ്ങനെ പറയും. ഷീ ലിസൺ ടു ദെയർ പ്രോബ്ലംസ് പേഷ്യൻലി ആൻഡ് സിമ്പത്തറ്റിക്കലി. വളരെ സിമ്പത്തറ്റിക് ആയിട്ട്, വളരെ പേഷ്യൻസോട് കൂടി ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ രത്ന ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ഷീ മെയിൻറ്റെയിൻഡ് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് ഡിഡ് നോട്ട് ബിട്രേ ദെയർ ട്രസ്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആൾ ഇങ്ങനെ കേൾക്കും, എന്നാൽ ഈ കേട്ട കാര്യങ്ങളൊക്കെ അപ്പുറത്ത് പോയിട്ട് പിന്നെ ഇന്നോട് ആൾ ഇങ്ങനെ ഒരു സാധനം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും പറയായിരുന്നില്ല. ആൾ ഭയങ്കര കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കും. അങ്ങനെ കോൺഫിഡൻഷ്യൽ ആയി വെക്കുന്നതുകൊണ്ടാണ് ഈ രത്നയുടെ അടുത്ത് വന്നിട്ട് ആളുകൾ വീണ്ടും വീണ്ടും അവരുടെ സ്റ്റോറീസും വെറീസും ഒക്കെ പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് അവിടെ പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്. സോ ഹെർ പേഷ്യന്റ് ലിസണിങ് ഹെൽപ്ഡ് ഹെർ കൊളീഗ്സ് ഫീൽ റിലീവ്ഡ് ആൻഡ് ഇമോഷണലി റിഫ്രഷ്ഡ്. സോ സ്വാഭാവികമായിട്ടും ജോലി ചെയ്യുന്ന സമയത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ചില സമയത്ത് ഭയങ്കരമായിട്ട് ബേൺ ഔട്ട് ആവും, അല്ലെങ്കിൽ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയി പോകും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഈ കാര്യങ്ങൾ ഇപ്പൊ നമുക്കറിയാടാ, നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അത് ഉള്ളിലിങ്ങനെ കൊണ്ടുനടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലൊരു കല്ലിരിക്കും, ഒരു കന അങ്ങനെ തൂങ്ങും. സോ ഇത് നമ്മൾ എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ടും വേറൊരാളോട് പറയുമ്പോൾ നമുക്ക് ഒരാളോട് ഞാൻ പറഞ്ഞല്ലോ എന്നുള്ളൊരു ആശ്വാസം നമുക്ക് തോന്നും. പക്ഷെ പ്രശ്നം എന്താണോ, അങ്ങനെ പറയാൻ പറ്റുന്ന ആളുകൾ നമുക്ക് ഉണ്ടോ എന്നുള്ളതാ. അങ്ങനത്തെ ഹ്യൂമൻ ഹൊറഗലൂസ് നമുക്ക് ഉണ്ടോ എന്നുള്ളതാണ് വേറൊരു ചോദ്യം. അപ്പൊ ഇവിടെ പറയുന്നത് ആളുകൾ വന്ന് രത്നയുടെ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ആളുകൾക്ക്, ഈ കൊളീഗ്സിനൊക്കെ ഒരു റിഫ്രഷ്മെന്റ് ഫീൽ ചെയ്യും എന്നാണ് പറയുന്നത്. സോ അങ്ങനെ രത്ന ആൾസോ ബിക്കേം ആൻ ഇമോഷണൽ ഹൊറഗലു ഇൻ ദ ലൈഫ്സ് ഓഫ് ഹെർ കൊളീഗ്സ്. സോ തന്റെ കൊളീഗ്സിന്റെ ജീവിതത്തിലെ ഒരു ഹ്യൂമൻ ഹൊറഗലു ആയിട്ട്, ഒരു ഇമോഷണൽ ഹൊറഗലു ആയിട്ട് ഈ രത്നയും മാറുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതാണ് ഈ സ്റ്റോറിയുടെ ഒരു ഷോർട്ട് സമ്മറി എന്ന് പറയുന്നത്. ഇനി നമ്മൾ പ്രീവിയസ് ഇയറിൽ എങ്ങനെയാണ് ഇതിലൊരു ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേൺ വന്നത് എന്ന് നമ്മൾ നോക്കണം. അതിലൊന്ന്, ഇമാജിൻ യു ആർ ദ മോഡറേറ്റർ ഓഫ് എ പാനൽ ഡിസ്കഷൻ. ഒരു പാനൽ ഡിസ്കഷനിൽ ഒരു മോഡറേറ്റർ ആണ് നിങ്ങൾ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ദ ഇമ്പോർട്ടൻസ് ഓഫ് ലിസണിങ് ആൻഡ് എംപതി ഇൻ എവറിഡേ ലൈഫ്. നമ്മുടെ എവറിഡേ ലൈഫിൽ ഇമ്പോർട്ടൻസ് ഓഫ് ലിസണിങ് ആൻഡ് എംപതി, ഓക്കെ, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് ഇനി ഒരു ചാപ്റ്ററിൽ നിന്നുള്ള PYQസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കിയ ഒരു പാനൽ ഡിസ്കഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഈ പാനൽ ഡിസ്കഷന്റെ ടോപ്പിക് എന്ന് പറയുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലിസണിങ് ആൻഡ് എംപതി ഇൻ എവറിഡേ ലൈഫ്. നമ്മുടെ എവറിഡേ ലൈഫിലെ നിത്യജീവിതത്തിലെ ഈ ഇമ്പോർട്ടൻസ്, ലിസണിങ്ങിന്റെയും അതേപോലെ തന്നെ എംപതറ്റിക് ആവേണ്ടതിന്റെയും ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടുള്ള ഒരു പാനൽ ഡിസ്കഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻട്രൊഡക്ടറി സ്പീച്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇമ്പോർട്ടൻസ് ഓഫ് എംപതി ആൻഡ് ലിസണിങ് സ്കിൽ. ഇനി ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്ത് വന്നിട്ടുള്ള ഒരു PYQസിന്റെ ഒരു ട്രെൻഡ് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിൽ ഒന്നാമതായിട്ട് ചോദിച്ചിട്ടുള്ളത്, നമ്മളൊരു പാനൽ ഡിസ്കഷനിലെ ഒരു മോഡറേറ്റർ ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലിസണിങ് ആൻഡ് എംപതി ഇൻ എവറിഡേ ലൈഫ്. നമ്മുടെ എവറിഡേ ലൈഫിലെ ലിസണിങ്ങിന്റെയും അതോടൊപ്പം തന്നെ എംപതറ്റിക് ആവേണ്ടതിന്റെയും ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ടറി സ്പീച്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ഡിസ്ക്രൈബ് ദ റോൾസ് പ്ലേഡ് ബൈ ദ ഗ്രാൻഡ് ഫാദർ ആൻഡ് രത്നാസ് ഇമോഷണൽ ഹൊറഗലൂസ്. എങ്ങനെയാണ് ഗ്രാൻഡ് ഫാദറും രത്നയും ഇമോഷണൽ ഹൊറഗലു ആയിട്ട് മാറിയത് എന്നുള്ളത്. ദെൻ രത്ന എന്ന് പറയുന്ന ക്യാരക്ടർ, ദ സ്റ്റോറി ഹൊറഗലു ഈസ് എ ഫാസിനേറ്റിംഗ് ക്യാരക്ടർ. അപ്പൊ രത്നയുടെ ഒരു ക്യാരക്ടർ സ്കെച്ചാണ് ചോദിച്ചത്. നമുക്കറിയാം, രത്നയെ പോലെയുള്ള ഒരു പേഴ്സണെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഹാവ് യു എവർ മെറ്റ് വിത്ത് എനി
സച്ച് പേഴ്സൺ ലൈക്ക് രത്ന, രത്നയെ പോലെയുള്ള അഥവാ ഒരു ഹ്യൂമൻ ഹൊറഗലു ആയിട്ടുള്ള ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആരാണത്? ആളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ആ ഒരു ഹ്യൂമൻ ഹൊറഗലു ഉണ്ടാവേണ്ടതിന്റെ ആവശ്യകത എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ അതിന് ആൻസേഴ്സിൽ കൊടുക്കേണ്ടത്. സോ അങ്ങനത്തെ ഒരു ചോദ്യം വരുന്ന സമയത്ത് ആൻസർ പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഇനി ഈ ഒരു സ്റ്റോറിയിലെ ഒരു PYQ പാറ്റേണിന്റെ സ്ട്രക്ചർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, ഒരു ഇൻട്രൊഡക്ടറി സ്പീച്ച് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ടോപ്പിക് ഇങ്ങനെയായിരുന്നു, ദ ഇമ്പോർട്ടൻസ് ഓഫ് ലിസണിങ് ആൻഡ് എംപതി ഇൻ എവറിഡേ ലൈഫ് എന്നുള്ളതായിരുന്നു. സോ ലിസണിങ്ങും എംപതറ്റിക്കും ആവേണ്ടതിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് ഒരു സ്പീച്ച്. രണ്ടാമത്തേത്, ഗ്രാൻഡ് ഫാദർ രത്നയും എങ്ങനെയാണ് ഇമോഷണൽ ഹൊറഗലു ആയി മാറിയത് എന്നുള്ളൊരു ചോദ്യം. മറ്റൊന്ന്, രത്ന എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ഹൊറഗലുവിന് ഒരു എക്സാമ്പിൾ ആണെന്ന് നമുക്കറിയാം. അതേപോലെ ഹാവ് യു എവർ മെറ്റ് വിത്ത് എനി സച്ച് പേഴ്സൺ, ഈ രത്നയെ പോലെയുള്ള ഏതെങ്കിലും വേറൊരു ഹ്യൂമൻ ഹൊറഗലൂസിനെ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ആരാണ്? അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. സോ മനസ്സിലാക്കുക, ഹൊറഗലു എന്ന് പറയുന്ന ആ ഒരു വേർഡിന്റെ ആ ഒരു ടേമിന്റെ ലിറ്ററൽ മീനിങ്ങും അതിന്റെ ഈ സ്റ്റോറി ബേസ്ഡ് മീനിങ്ങും ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. എന്നിട്ട് അതിന് ബേസ് ചെയ്തിട്ട് വേണം ഈ ഒരു ആൻസറും കാര്യങ്ങളും നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ മെയിൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ്, ദ സ്റ്റോറി ഹൈലൈറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലിസണിങ് ആൻഡ് എംപതി ഇൻ ഹ്യൂമൻ റിലേഷൻഷിപ്പ്. ഹ്യൂമൻ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കേണ്ടതിന്റെ, ലിസണിങ്ങിനും എംപതിയും ഉണ്ടായിരിക്കേണ്ടതിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. സോ എ ഗുഡ് ലിസണർ ക്യാൻ റെഡ്യൂസ് അനദർ പേഴ്സൺസ് ഇമോഷണൽ ബേർഡൻ. മറ്റൊരാളുടെ ഇമോഷണൽ ബേർഡനെ റെഡ്യൂസ് ചെയ്യാൻ നല്ലൊരു ലിസണർക്ക് പറ്റും. സിംപ്ലി ബൈ ഗിവിംഗ് ദം ടൈം ആൻഡ് അറ്റൻഷൻ. നമ്മൾ കൂടുതലൊന്നും ചെയ്യണ്ട, അവർക്ക് അവർ പറയുന്നത് കേൾക്കാനുള്ള സമയം, ഒരു ശ്രദ്ധ കൊടുത്താൽ മതി. സോ ഗ്രാൻഡ് ഫാദർ ആൻഡ് രത്ന സെർവ് ആസ് ഇമോഷണൽ ഹൊറഗലൂസ്. സോ ഗ്രാൻഡ് ഫാദറും രത്നയും ഇവിടെ ഇമോഷണൽ ഹൊറഗലൂസ് ആയിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബൈ പേഷ്യൻലി ലിസണിങ് ടു പീപ്പിൾ ഫേസിങ് ഡിഫിക്കൽട്ടീസ്. പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ കേട്ടുകൊണ്ടുള്ള ഒരു ഇമോഷണൽ ഹൊറഗലൂസ് ആയിട്ട് അവർ മാറി. ദേ ഡു നോട്ട് ഓൾവേസ് പ്രൊവൈഡ് സൊല്യൂഷൻ. അവരൊരിക്കലും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ദേ ഡു നോട്ട് പ്രൊവൈഡ് എനി സൊല്യൂഷൻസ്. അവരിങ്ങനെ വലിയ വലിയ സൊല്യൂഷൻസ് ഒന്നും അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ദെയർ പ്രസൻസ് ഗിവ്സ് അതേഴ്സ് കംഫർട്ട് ആൻഡ് കോൺഫിഡൻസ്. പക്ഷെ അവരുടെ ആ ഒരു സാന്നിധ്യമല്ലേ, അത് ആളുകൾക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി, ഒരു കോൺഫിഡൻസ്, ഒരു കംഫർട്ടബിൾ ഫീൽ ചെയ്യാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. സോ ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. സോ ഒരാൾ ഒരു ഹ്യൂമൻ ഹൊറഗലു ആവണം എന്നുണ്ടെങ്കിൽ ആളെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം, വിശ്വസ്തനായിട്ടുള്ള ഒരാളായിരിക്കണം, വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരാളുമായിരിക്കണം എന്നാണ് പറയുന്നത്. സോ ദ സ്റ്റോറി ഷോസ് ദാറ്റ് ഈവൻ സ്മാൾ ആക്ട് ഓഫ് കൈൻഡ്നസ്. നമ്മൾ ചിലപ്പോൾ വലിയ കാര്യമൊന്നും ചെയ്യുന്നുണ്ടായിരിക്കില്ല, പ്രയാസപ്പെടുന്ന ഒരാളെ കേൾക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ ആ പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു കാര്യമായിരിക്കും. ഓഫ് കോഴ്സ്, ഒരു സംശയമില്ല. ഇപ്പൊ നമ്മൾ ഉള്ളിങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി നിൽക്കുന്ന സമയത്ത് നമ്മളെ കേൾക്കാൻ അത് പോട്ടടാ, സാരല്ലടാ എന്നൊരാൾ വെറുതെ വീടുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് നൽകുന്ന ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഭീകരമായിരിക്കും. സോ അതേപോലെ ഇമോഷണൽ സപ്പോർട്ട് ഈസ് വാല്യുബിൾ ഫോം ഓഫ് സോഷ്യൽ സർവീസ്. സോഷ്യൽ സർവീസിന്റെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഫോമാണ് ഇമോഷണൽ ആയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക എന്ന് പറയുന്നത്. സോ അവസാനമായിട്ട് ദ സ്റ്റോറി എൻകറേജ് അസ് ടു ലിസൺ വിത്തൗട്ട് ജഡ്ജിങ് ആണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. നമ്മൾ ആളുകളെ ലിസൺ ചെയ്യണം, കേൾക്കാൻ തയ്യാറാകണം. എങ്ങനെ? വിത്തൗട്ട് ജഡ്ജ്മെന്റൽ. നമ്മൾ ജഡ്ജിങ് ചെയ്യാതെ, ജഡ്ജ്മെന്റൽ അല്ലാണ്ട് ആളുകളെ കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നാണ് പറയുന്നത്. സോ മക്കളെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഹൊറഗലു എന്ന് പറയുന്ന സ്റ്റോറിയിൽ നിന്ന് നിങ്ങൾ നോക്കി പോകേണ്ടത്. സോ ബാക്കി ചാപ്റ്റേഴ്സും അതിന്റെ സമ്മറീസും PYQ ട്രെൻഡ്സും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സോ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക, സുഖസുന്ദരമായിട്ട് പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു. അപ്പോൾ ദി ബെസ്റ്റ്. താങ്ക് യു.